السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അൽഹംദുലില്ലാ, നമ്മളുടെ ചെറുപ്പവാക്കബ് ഉസ്താദിന്റെ നല്ലൊരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ലാസ്റ്റ് കുറച്ച് ഭാഗത്ത് ഞാനൊന്ന് ബിസിയായി. ഇന്നലെ അതേപോലെ തന്നെ. പിന്നെ നോക്കുമ്പോ ആമീന കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിനും നമ്മുടെ ഉസ്താദുമാർക്കും ഒക്കെ നല്ല റാഹത്തും സന്തോഷമുള്ള ജീവിതം അല്ലാഹു തആല പ്രദാനം കൊടുക്കട്ടെ. നല്ല ഖൈറും ബർക്കത്തും കൊടുത്ത് നല്ല ദീനി സേവനം ചെയ്യാൻ ഇൽമിൽ ബർക്കത്ത് അല്ലാഹു തആല പ്രദാനം നൽകുമാറാവട്ടെ. നാഫിയായ ഇൽമിനെ പഠിക്കാനും പഠിച്ചതുകൊണ്ട് അമൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കും അല്ലാഹു തആല പ്രദാനം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. എനിക്കിന്ന് നല്ല കട്ട്, നല്ല അടിപൊളി കട്ടാന്ന്, എന്താന്നറിയില്ല. ഇന്ന് ഇന്ത്യ സമയം 6:30 ലൈവ് ഉണ്ട് എന്നാ പറയണത്. ഇൻഷാ അല്ലാഹ്. 6:30 അപ്പോ ഉസ്താദുമാര് ഇനി അടുത്തത് നമുക്ക് ചുഴലി വാക്കവി ഉസ്താദാണ്. ഇന്ന് ഉണ്ടാവൂല എന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഇനി ഞായറാഴ്ച ഉണ്ടാവുള്ളൂ എന്നല്ലേ പറഞ്ഞ്? ഇന്നലെ അങ്ങനെ പറഞ്ഞെന്നാ തോന്നിയത്, അല്ലാഹു ആലം. പിന്നെ വാടാനപ്പള്ളി ഉസ്താദ് പിന്നെ ഇന്നലെ 2 ഹദീസ് പറഞ്ഞു തന്നിട്ട് പോയി. കാക്കോട്ട് ഉസ്താദ് മാഷാ അല്ലാഹ്. കാക്കോട്ട് ഉസ്താദ്, ചുഴലി ഉസ്താദ് അല്ല, കാക്കോട്ട് ഉസ്താദ് ഇന്നലെ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്തോ പറഞ്ഞു. ഇൻഷാ അല്ലാഹ്. മൂച്ചിക്കൽ ഉസ്താദ് ഉണ്ട്. മൂച്ചിക്കൽ ഉസ്താദ് ഇപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നതാവുന്ന തോന്നുന്നത്. ഉസ്താദ് ഫ്രീ ആണെങ്കിൽ മൈക്കിലേക്ക് വന്നോളി. ഉസ്മാൻ മൂച്ചിക്കൽ ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന്റെ അസുഖമൊക്കെ മാറ്റി കൊടുക്കട്ടെ. നല്ല റാഹത്തിൽ സന്തോഷത്തിലൊക്കെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് കാലം നമ്മോട് സഹവസിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ്. നമ്മുടെ ഒരുപാട് ഉസ്താദുമാർ അസുഖമായി കിടക്കുന്നവരുണ്ട്. അവരുടെ അസുഖം അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. ഞാൻ തുടരാന് ഉസ്താദ് പറയണ്ട്. ഞാൻ തുടരാന് ഇൻഷാ അല്ലാഹ്. ഞാൻ തുടരാം ഉസ്താദ്, ഞാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ തുടരുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. ഉസ്താദുമാര് തുടരുന്നത് പോലെ ആവൂല എന്ന് മാത്രം. നമ്മള് കുറച്ചു ദിവസം മുന്നേ, വൈകുന്നേരത്തല്ല, കുറച്ചു ദിവസം മുന്നേ രാവിലെ നമ്മൾ തുടങ്ങി വെച്ചൊരു വിഷയം ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? നമ്മൾ ഈ ടൈമില് അല്ലെങ്കിൽ ഇതിന്റെ കുറച്ചു മുന്നേ രാവിലെ നമ്മൾ ഇങ്ങനെ സ്ഥിരമായിട്ട് കുറച്ച് ദിവസം ഉസ്താദുമാര് വരുന്നത് വരെ തുടർന്ന വിഷയം ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? അത് അവര് ചൊല്ലിക്കോട്ടെ. അഊദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. കാരണം ഇപ്പൊ വല്ലാത്ത ഷർറിന്റെ സമയാണ്. അപ്പോ ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? മറന്നുകൾ. ഈ ഇൽമ നമ്മള് രാത്രിയാ പറഞ്ഞിരുന്നത്. വൈകുന്നേരത്ത് രാവിലെ നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് നമുക്കൊരു വിഷയം ഒന്നും പൂർത്തിയാക്കാൻ പറ്റൂല. കാരണം അതാണ് ഞാൻ നേരത്തെ ഉസ്താദുമാര് തുടരും പോലെ തുടരാൻ പറ്റൂല എന്ന് പറഞ്ഞത്. നമുക്കൊരു വിഷയം പൂർത്തിയാക്കാനുള്ള ആഫിയത്തും ഇല്ല, അതുപോലെ തന്നെ അതിനുള്ള യോഗവും ഇല്ല. അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വരും. ഇൻഷാ അല്ലാഹ്. എനിക്ക് ഓർമ്മ ഉണ്ട് കേട്ടോ എന്താ പറഞ്ഞിരുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ ശരീരത്തെ നമ്മൾ അള്ളാഹുവിലേക്ക് കീഴ്പ്പെടുത്താനാ പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ കീഴ്പ്പെടുത്തി ഏകദേശം അതിനെ കുറിച്ചൊക്കെ പഠിച്ചു. ഇപ്പൊ മറന്നതാണ്, അത് പോട്ടെ. ഇനി നമ്മൾ വേറെ ആരെങ്കിലുമൊക്കെ പറയുമ്പോ ഓർമ്മ വരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പറഞ്ഞത് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇബാദത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. എന്നിട്ട് ആ ഇബാദത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് തഹജ്ജുദ് നിസ്കാരത്തിന്റെ കാര്യം പറഞ്ഞത്. അങ്ങനെ വരട്ടെ. ഇപ്പൊ ഓർമ്മ വരുന്നുണ്ട്. കണ്ടോ, സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ മൂത്രമൊഴിക്കും. ആര് മൂത്രമൊഴിക്കുന്നത്? സുബഹി നിസ്കരിക്കില്ലെങ്കിൽ ആരാ മൂത്രമൊഴിക്കുക? കാരണം സുബഹിക്ക് നിസ്കരിക്കാൻ നീക്കുമ്പോ ഒരു മൂത്രമൊഴിക്കലുണ്ട്. അപ്പൊ ആ മൂത്രമൊഴിക്കാതെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ തന്നെ മൂത്രമൊഴിച്ചു പോവും. പിന്നെ പിശാചല്ല മൂത്രമൊഴിക്കുക. അപ്പൊ എന്താ പറഞ്ഞതറിയോ? തഹജ്ജുദ് നിസ്കരിക്കാതെ സുബ്ഹി വരെ ഉറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ ചെവിയിൽ പിശാച് എന്ത് ചെയ്യും? മൂത്രമൊഴിക്കുന്നു.
അപ്പൊ സുബ്ഹി നിസ്കരിച്ചാലും തഹജ്ജുദ് നിസ്കരിക്കാത്ത ആൾക്ക് ഉന്മേഷം ഉണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യണം? തഹജ്ജുദ് നിസ്കരിക്കണം. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു, ചെവിയിൽ നമ്മൾ സാധാരണ നമ്മുടെ ചെവിയിലൊക്കെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് നമ്മൾ പെട്ടെന്ന് ഉണരുക ചെയ്യാം അല്ലേ? നമ്മളെ ചെവിയിൽ മറ്റുള്ള ഭാഗങ്ങളിൽ വെള്ളം തട്ടുന്നത് പോലെയല്ല ചെവിയിൽ വെള്ളം തട്ടുന്നത്. ചെവിയിൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണരും. അപ്പൊ എത്ര ഉറക്കമുള്ള ആളാണെങ്കിലും ഉണരും. പക്ഷെ ഇവിടെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചാല് നേരെ വിപരീത സംഭവിക്കുക. എന്താ സംഭവിക്കുക അറിയോ? ഉറക്കം കൂടുക. അപ്പൊ ഒരു ആനമയക്ക് പോലെ നമ്മൾ എന്ത് ചെയ്യും? ആ പിശാചിന്റെ മൂത്രം ചെവിയിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടുണ്ട് ഉറങ്ങും. അവിടെയാണ് നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്. എന്ത്? നല്ല വാസന സോപ്പും ക്രീമും എണ്ണയും പൗഡറും നല്ല ചുളിവ് തട്ടാത്ത ഡ്രസ്സുകളൊക്കെ ആയിട്ട് ചില മാന്യന്മാരിങ്ങനെ ആ പിശാചിന്റെ മൂത്രം ഒഴിച്ച ആ മൂത്രത്തോടു കൂടി ഇങ്ങനെ റോട്ടിൽ ഇറങ്ങണ കാണാം. എത്ര ആൾക്കാരുണ്ട് അല്ലേ? ഭയങ്കര കണ്ടാലൊക്കെ നല്ല മണം ഉണ്ടാവും അല്ല, നല്ല മണം ഉണ്ടാവും, നല്ല ഉഷാറായിരിക്കും. പക്ഷേ അവര് നേരം വെളുക്കുന്നവരെ ഉറങ്ങിയത് കൊണ്ട് അവരുടെ ചെവിയിൽ പിശാച് മൂത്രമൊഴിച്ചിട്ടുണ്ട്. അത് ശുദ്ധിയാക്കാൻ പറ്റൂല. നായ മൂത്രമൊഴിച്ചാല് നമുക്ക് ശുദ്ധിയാക്കാം. 7 പ്രാവശ്യം കഴുകിയാൽ മതി. അതിലൊരു പ്രാവശ്യം മണ്ണ് ഉപയോഗിച്ചാൽ മതി. പക്ഷെ ഈ പിശാചിന്റെ മൂത്രം കാണൂല്ല, അത് ശുദ്ധീകരിക്കാനും പറ്റൂല. അതിന് ഒറ്റ ഉപാധി എന്തേ ഉള്ളൂ? സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുക എന്ന് മാത്രം ഒരു മരുന്നേ ഉള്ളൂ, അല്ലാതെ ഒരു മരുന്നില്ല. അപ്പോ സ്വന്തം ശരീരത്തിലെ വിപരീതം മനസ്സിലാക്കാത്ത കുറെ വിഡ്ഢികളുണ്ട് നമ്മുടെ കൂടെ. നമ്മുടെ കൂടെ പറഞ്ഞാല് നമ്മുടെ നാടുകളില് സ്വന്തം ശരീരത്തിന്റെ വിഡ്ഢിത്തരം മനസ്സിലാക്കൂല അവര്. തഹജ്ജുദ് നിസ്കാരത്തിന്റെ അതിന്റെ പോരിശെന്നും അറിയാതെ അത് ഉപേക്ഷിച്ചിട്ട് വ്യക്തികളെ, മറ്റുള്ള ആളുകളെ തരംതാന്ന് കാണിക്കുന്ന ആളുകള്, മറ്റുള്ള ആളുകളെ തരംതാന്ന് കാണിക്കുക. അവരാണെങ്കിലോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇതുകൊണ്ടാണ് ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത് ലലംതു എന്ന പദം അത് ഒരു കടുത്ത പ്രയോഗമായിട്ടാണ് അവിടെ എന്ത് ചെയ്ത് ഇമാം അവറുകൾ അവതരിപ്പിച്ചത്. ഇനി നമുക്ക് നോക്കുക, തഹജ്ജുദ് നിസ്കാരത്തിന് എന്തില്ല? എണ്ണത്തിന് പരിധിയില്ല. എണ്ണത്തിന് പരിധിയുണ്ടോ? 2 റക്അത്താവാം, അല്ലെങ്കിൽ 4 റക്അത്താവാം. റക്അത്തിന്റെ എണ്ണത്തില് കൂടുന്നതും നല്ലതാണ്. പക്ഷെ കൂട്ടുന്നതിനേക്കാൾ നല്ലതെന്താ? വണ്ണത്തില് നിസ്കരിക്കുന്നത് നല്ല റാഹത്തായിട്ട് സാവധാനം വേഗം എഴുന്നേറ്റിട്ട് ഉളു എടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് യാ അല്ലാഹ് ഒറ്റ മറിച്ചില് ഇനി അടുത്തത് സുബ്ഹിയുടെ അലാറടിക്കുമ്പോ നീക്ക. അങ്ങനെയല്ല, നീക്കുന്നത് നല്ല റാഹത്തിൽ ഏതായാലും നീക്കണം. 1/2 മണിക്കൂർ അതിനു വേണ്ടി ചെലവഴിച്ച് നല്ല റാഹത്തായി പല്ലൊക്കെ തേച്ച് ഉളുവൊക്കെ എടുത്ത് നിസ്കരിച്ച് നല്ല റാഹത്തായിട്ട് കുറച്ച് ദീർഘനേരം അവനക്ക് കഴിയുന്ന സൂറത്തുകളൊക്കെ ഓതി 2 റക്അത്തോ 4 റക്അത്തോ നല്ല കുറച്ച് കൂടുതൽ. മൈക്ക് പോയോ? പടച്ചറപ്പേ, ഞാൻ അപ്പം പറഞ്ഞതൊക്കെ ഒന്നും കേട്ടിട്ടില്ല. എന്റെ മൈക്ക് ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്റെ മൈക്ക് ഇവിടെ തന്നെ ഉണ്ട്. മൈക്ക് പോയിട്ടില്ല. അത് നേരത്തെ എനിക്കുണ്ടായ പോലെ അവരുടെ മൈക്ക് പോയിട്ടുണ്ടാവും. എനിക്കും അതുപോലെ തോന്നിയിരുന്നു. പോയിട്ടില്ല കേട്ടോ. അപ്പോ കൂടുതല് നല്ല വണ്ണത്തിൽ നിസ്കരിക്കുക. വണ്ണത്തിൽ നിസ്കരിക്കുക എന്ന് പറഞ്ഞാല് നല്ല റാഹത്തായിട്ട് നിസ്കരിക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഖുർആനൊക്കെ ഓതുക, ദിക്ർ ചൊല്ലുക. എന്നിട്ട് വലതു ഭാഗത്തേക്ക് ചൊരിഞ്ഞ് കുറച്ചു നേരം കിടക്കുമ്പോഴേക്ക് എന്ത് ചെയ്യും? അപ്പൊ ബാങ്ക് വിളിക്കും, സുബ്ഹി ബാങ്ക് വിളിക്കും. ഇൻഷാ അല്ലാഹ് അങ്ങനെ നമുക്ക് ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് എന്ത് ചെയ്യട്ടെ? തൗഫീഖ് ചെയ്യട്ടെ. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ സുബ്ഹിയുടെ ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിന്റെ ആ പൊരുത്തം വളരെ വളരെ റാഹത്തുള്ള ഒരു സമയമാണ്. ആ സമയം അള്ളാഹു നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകുന്ന നല്ലൊരു സമയമാണ്. അതിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ കുറെ ആൾക്കാരൊക്കെ അടിച്ചിരുന്നു, ഉസ്താദെ നാളെ മുതൽ ഞാൻ 1/2 മണിക്കൂർ മുമ്പ് നീക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ടെസ്റ്റ് ചെയ്തിരുന്നു. അവരല്ലാഹു ആയാലും നീച്ചിക്കണോണാവോ, നീച്ചിട്ട് പിന്നെ ഉറങ്ങിയിട്ടില്ലേ, ഒന്നും അറിയില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പറയുന്നത് കേൾക്കുമ്പോൾ മാത്രമല്ല അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകുകയാണെങ്കിൽ വലിയ റാഹത്താണ്.
وشد من صغب أحشانه وطوى أحشاءه وطوى تحت الحجارة كشح مترف الأدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. റംഷാദും ബിസ്മില്ലയും മാത്രമാണോ റൂമിലുള്ളത്? അത് മതി. അത് ശരി. റൂമിൽ എന്തിനാ ആൾക്കാർ കൂടുതൽ? എനിക്ക് മൈക്ക് കിട്ടണം, മൈക്കിൽ എന്തെങ്കിലും പറയണം. അത് ചില ആളുകൾക്ക് കേൾക്കും, ചിലവര് കേൾക്കൂല. ആളെ എണ്ണൊന്നും വേണ്ട, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇനി നോക്ക്, വിശപ്പിന്റെ കാഠിന്യത്താല് അവിടുന്ന് ആന്തര അവയവങ്ങളെ കെട്ടിയിട്ടിട്ട് ചർമ്മം ലോലമായ അര കല്ലിനടിയിൽ ചുളുക്കി വെച്ച സംഭവമാണ് പറയുന്നത്. നോക്കൂ സുഹൃത്തുക്കളെ, വിശപ്പ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ വിശപ്പ് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ പരീക്ഷണം കൊണ്ട് വിജയിച്ച് കണ്ട ഒരു സംഗതി വിശപ്പാണ്. മറ്റുള്ളത് കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സഹിക്കാൻ പറ്റും. പക്ഷെ വിശപ്പിന് ഒരിക്കലും സഹിക്കാൻ പറ്റൂല. അപ്പോ വയറ് കാലിയാവുന്ന സമയത്ത് അകത്ത് നിന്നൊരു പ്രതിഷേധം ഉണ്ടാവും അല്ലേ? നമ്മുടെ വയറൊക്കെ കാലിയായി കഴിഞ്ഞാല് അകത്തു നിന്നൊരു പ്രതിഷേധം വരും. എന്താണ് ആ പ്രതിഷേധം? എന്തൊക്കെയോ യന്ത്രങ്ങൾ അകത്തുനിന്ന് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു, ഇങ്ങനെ വിപ്ലവം ഉണ്ടാക്കുന്നു, കൂക്ക് വിളിക്കുന്നു. അതാണ് ആ സമയത്ത് ആ വയറിനെ കെട്ടിയിട്ടിട്ട് ആ പ്രയാസം, ആ വിശപ്പ് അടക്കുക എന്നുള്ളത് വലിയ പ്രയാസകരമായ ഒരു സംഗതിയാണ്. ചിലവരൊക്കെ പറയുന്നത് കത്തലടക്ക എന്നൊക്കെ പറയും. ചില പ്രദേശങ്ങളിലൊക്കെ പറയും വയറിന്റെ വിളിക്ക് ഉത്തരം നൽകുക, കത്തലടക്കുക, വയറ് കാളുക, വിളിക്ക് ഉത്തരം ചെയ്യുക, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോ നമ്മുടെ വയറിന് എരി കൊള്ളുകയും കത്തുകയും ചെയ്യുന്ന അവസ്ഥ. ആ കത്തലടക്കാൻ നമ്മൾ എന്ത് ചെയ്യും? റൊട്ടിയോ പൊറാട്ടയോ ഇതൊക്കെ കഴിയും. പൊട്ടി ഒന്നെങ്കിലോ നമ്മൾ കുബൂസ് കഴിക്കും, അല്ലെങ്കിൽ പൊറാണെങ്കിൽ ചാത്തിങ്ങി കഞ്ഞി, അല്ലെങ്കിൽ ചോറ്, ഇതൊക്കെ നമ്മൾ കഴിക്കും. പക്ഷേ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുഴിക്കുന്ന കട്ടിൽ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം അയറ്റത്തുള്ളതിന്റെ അതിനേക്കാൾ വലിയ കല്ല് കെട്ടി വെച്ചിട്ട് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശപ്പ് സഹിച്ചു അല്ലേ? ഖന്തഖ് കീറുന്ന സമയത്ത് സ്വഹാബികളൊക്കെ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞങ്ങൾക്ക് പറ്റണില്ല നബിയെ, ഇനി കുഴിക്കാൻ വിശന്നിട്ട് വയ്യ, ഞങ്ങളെ വയറ്റിലേക്കൊന്ന് നോക്കൂ, കല്ലാണ് ഞങ്ങളുടെ വയറ്റിൽ കെട്ടിവെച്ചിട്ടുള്ളത്. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരുഷമാക്കപ്പെട്ട കൈ കൊണ്ട് ഷറഫാക്കപ്പെട്ട ആ വയറിന്റെ മുഖത്തുള്ള ആ കമ്മീസം കൊണ്ട് പൊക്കി കാണിച്ചു കൊടുത്തു, സ്വഹാബത്തെ ഞാനും കെട്ടിയിട്ടുണ്ട് കല്ല്, കണ്ടോ? അപ്പൊ ഞമ്മള് പൊറാട്ട കൊണ്ട്, ചപ്പാത്തി കൊണ്ട്, കുബൂസ് കൊണ്ടൊക്കെ വയറ് വിശപ്പ് അടക്കുമ്പോ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കല്ല് വെച്ച് കെട്ടിയിട്ടാണ് വിശപ്പ് അകറ്റിയത്. നിങ്ങൾ നോക്ക്, നമുക്കൊക്കെ പല ആളുകൾക്കും ജീവിതം പലപ്പോഴും പല സമയത്തും ഭയങ്കര പ്രയാസകരമായിരിക്കും അല്ലേ? നമ്മൾക്ക് വരുന്ന വിഷമങ്ങള്, പ്രയാസങ്ങള് അത് സഹിക്കാനുള്ള ഒരു ആ സാഹചര്യങ്ങളോട് പൊരുതി ജീവിക്കാനുള്ള ഒരു മനക്കരുത്ത് ഉണ്ടാവാറില്ല അല്ലേ? എന്നാൽ എന്ത് ചെയ്യണം? നമ്മുടെ വിപരീതമായ സാഹചര്യം അതിനെ പൊരുതി ജീവിതത്തെ നിലനിർത്താൻ ശ്രമിക്കല് അത്യാവശ്യമാണ്. അതിന്റെ പേരാണ് തന്റേടം എന്ന് പറയുന്നത്. അല്ലാതെ പ്രയാസങ്ങൾ കാണുമ്പോഴേക്കിന് ഒളിച്ചോടുക, ആത്മഹത്യ ചെയ്യുക, അത് തന്റേടത്തിൽ പെട്ടതല്ല. നമുക്ക് വരുന്ന വെല്ലുവിളികളെ തരണം ചെയ്ത് അതിനെ പൊരുതി അതിന്
ആ സാഹചര്യങ്ങളോട് പൊരുതി ജീവിക്കുക എന്നുള്ളതിന്റെ പേരാണ് എന്ത്? തന്റെ ഇടം. അല്ലാതെ ഒളിച്ചോടുക, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ ഉമ്മാനും ഉപ്പാനും ചീത്ത പറയാ, പെണ്ണുങ്ങളെ അടിക്കുക, മക്കളെ ചീത്ത പറയാ, അതെന്തല്ല, അത് തന്റെ ഇടത്തിൽപ്പെട്ടതല്ല. ഈ ഒരു പിടിച്ചു നിൽക്കലാണ്, ഈ ഒരു പിടിച്ചു നിൽക്കാനുള്ള പ്രാക്ടീസാണ് ലോകത്തിന് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഏതുകൊണ്ട്? ആ കല്ല് വയറ്റിൽ കെട്ടിയിട്ട് നമുക്ക് കാണിച്ചു തന്നത്. ഇത്രയും സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? അതിജീവിക്കണം എന്ന് നമുക്ക് കാണിച്ചു തരികയായിരുന്നു. ജീവനാവശ്യമായ എല്ലാ വിഭവങ്ങളും ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും നിഷ്പ്രയാസം തന്റെ 2 കൈകളിലെത്തും. ഒരു സംശയ വിഷയത്തിലില്ല. പക്ഷേ ആ ജീവിതത്തോട് എങ്ങനെയെല്ലാം സമീപിക്കണം, എങ്ങനെയൊക്കെയാണ് ജീവിതം അഭ്യസിക്കേണ്ടത് എന്ന് ലോകഗുരുനാഥനായ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലോലുപതയുടെ ചിത്രമൊക്കെ ചെയ്തത്. നമുക്ക് എങ്ങനെ വിഷമിച്ചാൽ എങ്ങനെ ജീവിക്കാം എന്ന് നാം പഠിച്ചു തരികയായിരുന്നു. അതാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രയാസം സഹിച്ച് വിഷമിച്ച് ജീവിക്കുന്നവർക്കാണ് സ്വർഗം ഉള്ളത് എന്ന് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് നോക്ക്, ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുമ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഖുംതു അലാ ബാബിൽ ജന്ന ഫകാന അമത മൻ ദഖല അൽ മസാകീൻ വഅസ്ഹാബുൽ ജദ്ദി മഹബൂസൂന ഗൈറ അന്ന അസ്ഹാബൻ നാർ ഖദ് ഉമിറ ബിഹിം ഇലൻ നാർ. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്ത്? ഞാൻ സ്വർഗത്തിന്റെ വാതിലിലേക്ക് ഞാനിങ്ങനെ നിൽക്കാണ്. സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് കേട്ടോ. അപ്പോ അവിടെ മിസ്കീന്മാര് എന്ന് പറയില്ല നമ്മള്, പാവങ്ങൾ ഇങ്ങനെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. പണക്കാരവിടെ തടയപ്പെട്ടിട്ടുണ്ട്. മിസ്കീനുകള് അവൻ സ്വർഗിക്ക് വന്നു. അപ്പോ ഈ നരകക്കാർക്ക് നരകപ്രവേശനം ഒക്കെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. നരകത്തിലേക്ക് പോകേണ്ടവർക്ക് നരകത്തിൽ പോവാനുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്താണത്. അപ്പോ ഈ പണക്കാരെ തടയപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താ? മുതലാളിമാർക്ക് സ്വർഗമുണ്ട്. സ്വർഗം ഇല്ല. പക്ഷേ എന്തുണ്ട്? കണക്ക് നോക്കാനായിട്ട് അവരെ ആ വാതിലിന്റെ മുന്നിലൊന്ന് തടയപ്പെടുന്നുണ്ട്. എന്നാ പാവങ്ങൾക്കോ അവിടെ ചെക്കിംഗ് ഇല്ല. പാവങ്ങൾക്ക് ചെക്കിംഗ് ഇല്ലാതെ കയറ്റി വിടുന്നുണ്ട്. പക്ഷേ മുതലാളിമാരെ അവരെ ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി തടഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പൊ മുതലാളിമാരുടെ കൂട്ടത്തില് നരകശിക്ഷക്ക് അർഹനായവനെ കുറിച്ചല്ല ഈ ചെക്കിങ് എന്ന് പറയുന്നത്. കാരണം നരകത്തിലേക്ക് പോകേണ്ടവരൊക്കെ നരകത്തിലേക്ക് തന്നെയാണ്. സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളെയാണ് അവിടെ ഒരു കാരണം അർഹനായവനെ നരകത്തിലെറിയുവാൻ ഉത്തരവിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഉത്തരവ് ഇറങ്ങാത്തതിന്റെ കാര്യമാണ് ഗേറ്റിലെ തടഞ്ഞുവെക്കൽ എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് കുറച്ചും കൂടി ഒന്ന് വേഗം ഓടിച്ചു പോവാ. സമ്പത്ത് നരകത്തിന് എന്ത് ചെയ്യും? വഴിവെക്കൂ എന്ന് ധരിക്കുന്ന ചില ആളുകളുണ്ട്. സമ്പത്തുള്ളോ നരകത്തിൽ പോവും, സമ്പത്തുണ്ടെങ്കിൽ നരകത്തിൽ കിടക്കേണ്ടി വരും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അത് തെറ്റാണ്. ചിലർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യത്തിന് ധനം സ്വർഗത്തിലേക്കുള്ള വഴിയാക്കി തീർക്കും. അല്ലേ? നമ്മുടെ ഖമറുലുലമ്മ ഒരു 1000 ചാക്ക് സിമെന്റ് വേണമെന്ന് പറയുമ്പോ, ഉസ്താദെ അത് ഞാൻ തന്നു, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന്റെ പണി ഞാൻ ഏറ്റെടുത്തു, അല്ലെങ്കിൽ ആ പള്ളിയുടെ പണി ഞാൻ എടുത്തു പറഞ്ഞിട്ട് നമ്മള് പണക്കാരൊക്കെ പറയാറില്ലേ നല്ല ആവേശത്തോടു കൂടി. അത്തരം പണക്കാർ എന്തല്ല, അങ്ങനത്തെ പണക്കാരെന്തല്ല, നരകവാസികളല്ല, അവർക്ക് സ്വർഗമുണ്ട്. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിഅമൽ മാലു സ്വാലിഹു ലിറജുലി സ്വാലിഹ് എന്നല്ല പറഞ്ഞത്?
നല്ല മനുഷ്യന് നല്ല ധനം നല്ല റാഹത്ത് ചെയ്യും, നല്ല ഗുണം ചെയ്യും. അപ്പോ പണം കയ്യിലെത്തുമ്പോ ജീവിതത്തിന്റെ സ്വലാഹ് വശം എന്ത് ചെയ്യാൻ നിലനിർത്താൻ കഴിയുക അപൂർവം ചില ആൾക്ക് മാത്രമാണ്. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലപ്പോഴൊക്കെ നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ചില സമയത്തൊക്കെ നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. സ്ഥിരമായി ജീവിതത്തിന് തെരഞ്ഞെടുത്തത് എന്താണ്? പട്ടിണി രീതിയാണ്. നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. പക്ഷെ സ്ഥിരമായിട്ട് ജീവിതം തെരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? പട്ടിണി ആയിട്ടാണ് തെരഞ്ഞെടുത്തത്. എന്തേ അതിന് കാരണം? സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധനത്തിനൊപ്പം സ്വർഗം വരിക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണോ? ധനമുണ്ടായിട്ട് സ്വർഗത്തിൽ പോവാൻ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണോ? അല്ല, മറിച്ച് ഭൂരിപക്ഷത്തിന് കഴിയുകയില്ലെന്നത് കൊണ്ട് ഭൂരിപക്ഷത്തിനൊപ്പം നിൽക്കുക മാത്രമാണ് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തത്. ഹബീബായ നബിക്കറിയാം എന്റെ ഉമ്മത്തീങ്ങളിൽ വരുന്ന ഒരു കാലഘട്ടക്കാരുണ്ട്, അവർക്ക് ഒരു പക്ഷെ എല്ലാ ദിവസവും ബിരിയാണി തിന്നാൻ കഴിയൂല, എല്ലാ ദിവസവും ആടും കോഴിയും തിന്നാൻ പറ്റൂല. പട്ടിണി പാവങ്ങളായ എന്റെ ഉമ്മത്തീങ്ങളിൽപ്പെട്ട ആളുകൾ വരാനുണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ ആ പട്ടങ്ങൾ ആകാണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന് നമ്മമാണ് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പട്ടിണിയുടെ ഒരു ജീവിതം തെരഞ്ഞെടുത്തത്. എത്രത്തോളം ആയിഷ ബീവി റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹ കുടുംബത്തിലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പറയുമ്പോ മാ ശബിഅ ആലു മുഹമ്മദിൻ മിൻ ഖുബ്സിൻ ശഈരിൻ യൗമൈനി മുത്തതാബിഈൻ എന്നല്ലേ സ്വഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് തങ്ങളുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് പറഞ്ഞത് എന്താ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ കുടുംബം യൗവനത്തിന്റെ റൊട്ടി എന്ന് പറയുന്ന സാധനം തുടർച്ചയായി 2 നാൾ വയറ് നിറച്ച് ഭക്ഷിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാല് ഒരു ദിവസം റൊട്ടി കഴിച്ചാൽ പിറ്റേ ദിവസം പട്ടിണിയായിരിക്കും, പിന്നെ ഒരു ദിവസം ഭക്ഷണം കഴിച്ചാൽ പിറ്റേ ദിവസം പട്ടിണിയായിരിക്കും. ആ രൂപത്തിലായിരുന്നു ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. അഥവാ ഒരു നാള് കിട്ടിയാൽ പിറ്റേ നാൾ ഉണ്ടാവൂല. ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഉർവ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് ചില ഹദീസുകളിൽ കാണാം. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവര് പറയാണ്, ഞങ്ങള് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 വീട്ടുകാര് 2 മാസത്തിലായിട്ട് 3 ബാലചന്ദ്രനെ പ്രവാചക കൂരകളിൽ തീരെ തീ എരിഞ്ഞിട്ടില്ലാത്ത പശ്ചാത്തലത്തിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് പറയുമ്പോ നമുക്ക് അതിന്റെ ഉദാഹരണത്തെ കുറിച്ചിട്ട് കൂടുതൽ എനിക്ക് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറ്റില്ല, വാദിക്കാൻ കഴിയില്ല. കാരണം അവിടുന്ന് ഉർവത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, എന്റെ സഹോദരി അപ്പോ എന്റെ സഹോദരി അപ്പോ പിന്നെ നിങ്ങള് എങ്ങനെയാണ് ഇങ്ങനെ ജീവിച്ചു പോന്നിരുന്നത്? നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞത്? ഇങ്ങനെ 2 മാസത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾക്ക് അങ്ങനെ വീട്ടിൽ തീ കത്തിക്കാതെ പട്ടിണിയായിട്ട് ഇങ്ങനെ കഴിഞ്ഞു നിങ്ങള്? അപ്പൊ അവര് പറയാണ്, കറുത്ത 2 എണ്ണം ഞങ്ങളുടെ ജീവിതം നിലനിർത്താന് കറുത്ത 2 എണ്ണം. എന്താണത്? കാരക്കയും വെള്ളവുമാണ് ഞങ്ങളെ ജീവിതം നിലനിർത്തിയത് 2 മാസം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവക്കക്കാരായ അൻസാരികൾക്ക് പോറ്റാൻ വാങ്ങിയ ഒട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ അവര് കൊടുത്തയക്കുന്ന പാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെന്ത് ചെയ്യും? ഞങ്ങൾക്ക് കുടിക്കാൻ തരും. അപ്പോ ആ പാലും ഉണക്ക കാരക്കയും പച്ച വെള്ളവുമാണ് ഞങ്ങൾ ആ 2 മാസം ഇങ്ങനെ കൂടുമ്പോ കഴിച്ചു വരിക. അപ്പൊ 2 മാസത്തിൽ ഒരിക്കൽ പോലും ഞങ്ങളുടെ വീടുകളിൽ എന്ത് ചെയ്യൂല? തീ പുകയൂല. അപ്പോ നമുക്കറിയാം ഇവിടെ അറബ് മാസം ചിലപ്പോ 29 ദിവസം ഉണ്ടാവുകയുള്ളൂ. ആ കാരണത്താൽ ചിലപ്പോ 60 ദിവസം പൂർത്തിയാകുമ്പോഴാണ് ഉണ്ടാവുക 3-ാം തവണ ചന്ദ്രനെ കാണുക. അപ്പൊ മാസം 2 പിന്നിട്ടിട്ടുണ്ടാവുള്ളൂ, പക്ഷെ 3 ചന്ദ്രനെ കാണാൻ എന്ത് ചെയ്യും? കാരണമാവും. അപ്പൊ ഇത്രയും ഈ ദിവസത്തിനകം ഒരു നാൾ പോലും വീട്ടിൽ എന്ത് ചെയ്യാറില്ല? തീ പുകയാറില്ല എന്ന് മനസ്സിങ്ങനെ അവരുടെ മന്ത്രിക്കാണ്. അപ്പൊ പലപ്പോഴും ഈ മന്ത്രങ്ങൾ കേട്ടാണ് എന്ത് ചെയ്യുക? ഇവരുടെ ഈ വർത്താനം കേട്ടിട്ടാണ് എന്ത് ചെയ്യുക?
പ്രവാചക പത്നിമാര് അവിടത്തോടൊപ്പം ഒട്ടി നിൽക്കുന്നത്. അപ്പൊ വെള്ളവും കാരക്കയും ചിലപ്പോൾ അതിയെ വരുന്ന പാലും കൊണ്ട് 9 ഭാര്യമാരും ബാക്കിയുള്ളവരും പൊറിപ്പിച്ചു എന്നുള്ളത് വല്ലാത്തൊരു വിഷമം തന്നെയല്ലേ? നിങ്ങളും ചിന്തിച്ചു നോക്ക്. എത്ര വിഷമകരമായ ജീവിതമാണ് ഇത്. ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിയാത്തതുകൊണ്ടാണോ? അള്ളാഹുവിനോട് ചോദിച്ചാൽ കിട്ടൂലേ? ഭാര്യമാർക്കൊക്കെ കൊടുക്കാനുള്ള ഭക്ഷണ നബി തലങ്ങൾക്ക് കിട്ടൂലേ? കിട്ടും, കിട്ടായല്ല. പക്ഷെ എന്തുകൊണ്ട്? അത് അങ്ങനെ മതി, ആ രൂപത്തിൽ ജീവിച്ചാൽ മതി. അത് എന്റെ ഉമ്മത്തീങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുള്ളൂ, ഞാൻ അവരുടെ കൂടെ നിൽക്കുകയാണ് എന്നുള്ള നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠമായിക്കൊണ്ടാണ് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തത്. അപ്പൊ നമുക്ക് ചുട്ട കോഴി അല്ലെ? ഇന്നൊക്കെ ചുട്ട കോഴി എന്ന് പറഞ്ഞാല് ഒരു ഹോട്ടലിലെ ഒരു ഫാഷനാണ് അല്ലെ? ചുട്ട ആട്, ചുട്ട മീന് അല്ലെ? അതൊക്കെ നമുക്ക് ആകർഷകം തന്നെയാണ്. ഇതൊക്കെ ബിസിനസ്സുകാര് അവരുടെ പദങ്ങൾ നമുക്കിടയിൽ കിടന്നിട്ട് ഇങ്ങനെ നൃത്തം ആടുന്ന ഒരവസ്ഥയാണ്. ചെറിയൊരു ചാൻസ് കിട്ടിയ ഒരു മെയിൻ റോഡിന്റെ അരികിൽ ഒരു ചെറിയൊരു പെരണ്ടാക്കി അവിടെ ചുട്ട കോഴി, ചുട്ട ആട് ബോർഡും വെച്ച് ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ നമുക്കൊന്നും ഒരു പ്രയാസവും ഇല്ല, ഒരു വിഷമവും ഇല്ല അല്ലെ? അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു മർറ ബിഖൗമിൻ ബൈന ഐദിഹിം ഷാത്തുൻ മസ്ലിയത്തുൻ ഫദഅൂഹു ഫഅബാ അൻ യഅകുല വഖാല ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിന ദുനിയ വലം യശ്ബഅ മിൻ ഖുബ്സിൻ ശഈരിൻ. കണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കല് ചുട്ട കോഴിയും ചുട്ട ആടിനെയൊക്കെ മുന്നിൽ വെച്ചിട്ട് കുറെ ആളുകൾ ഇങ്ങനെ അതിന് വട്ടം വിട്ടിരിക്കുകയാണ്. ചുട്ട കോഴിയുണ്ട്, ചുട്ട ആടുണ്ട്. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിലൂടെ അങ്ങനെ നടന്നു പോവാ. അപ്പൊ അവരെല്ലാരും കൂടി വിളിച്ചു, ഹുറൈറ വായോ വായോ കഴിക്കാൻ വേണ്ടി വിളിച്ചു. ചുട്ട കോഴിയുണ്ട്, ആടുണ്ട്. അപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത് തിന്നാൻ കൂട്ടാക്കിയില്ല. വിശപ്പില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ തിന്നാൻ കൂട്ടാക്കിയില്ല. അവിടുന്ന് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുന്യാവിനോട് വിട പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് യൗവനത്തിന്റെ റൊട്ടി കൊണ്ടുപോലും വയറ് നിറച്ചിട്ടില്ല. എന്നിട്ടാണോ ഈ ചുട്ട കോഴിയും ചുട്ട ആടൊക്കെ ഞാൻ തിന്നാൻ നിൽക്കുന്നത്? അതുകൊണ്ട് എനിക്ക് വേണ്ട. കണ്ടോ? അതുപോലെ തന്നെ ഉത്ബത്ത് ബിൻ ഗസ്വാർ റളിയല്ലാഹു അൻഹു ഒരു അവസരത്തിൽ നടത്തിയ ഒരു ഓർമ്മ പുതുക്കല്, വലഖദ് റഅയ്തുനി സാബിഅ സബ്അതി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ലനാ തുആമുൻ ഇല്ലാ വറഖ ഷജർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഹദീസില് ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒപ്പം 7 അംഗ സംഘത്തിലുണ്ടായിരുന്ന ആ രംഗം അവിടുന്ന് വിശദീകരിക്കാണ്. എന്താണ് ഞങ്ങൾക്ക് ഭക്ഷ്യവസ്തുവായിട്ട് വൃക്ഷത്തിന്റെ ഇലയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ കവിള് ഇല തിന്നിട്ട് പൊട്ടി. ഞാനൊരു പുതപ്പ് തരപ്പെടുത്തിയിട്ട് എനിക്കും സഅദ് ബിൻ മാലിക് റളിയല്ലാഹുവിനുമായിട്ട് അത് രണ്ടാക്കി കീറി. എന്നിട്ട് പകുതി ഞാൻ എടുത്തു, പകുതി എന്ത് ചെയ്തു? സഅദ് റളിയല്ലാഹുവിനും കൊടുത്തു. കണ്ടോ? അവരുടെ ഓർമ്മകൾ ഇങ്ങനെ പുതുക്കാണ്, കഴിഞ്ഞിരുന്ന കാലം. അപ്പൊ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ഇല തിന്ന ഓർമ്മകൾ പറയാണ്. എന്ത്? ഹത്താ ഇൻകാന അഹദുന ലയളഉ കമാ തളഉ ഷാത്ത്. കണ്ടോ? സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയണത്, അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ആടുകളെ എങ്ങനെ മലമൂത്ര വിസർജനം നടത്തുക അതുപോലെ വിസർജിക്കുമായിരുന്നു. ആടുകൾ പച്ച പുല്ല് തിന്നുന്ന ആടുകൾ എങ്ങനെയാണ് മലമൂത്ര വിസർജനം നടത്തുക അതുപോലെയാണ് ഞങ്ങളൊക്കെ വിസർജിച്ചിരുന്നത്. അപ്പൊ നമ്മളിതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ മല്ലിയും മുളകും മേലവും കടുകും മീനും റൊട്ടിയും ഇതൊക്കെ ഒന്നിച്ചരച്ച് ചതച്ച് വയറ്റിലേക്ക് നമ്മൾ വിടുന്നില്ലേ? അപ്പൊ നമ്മുടെ വിസർജ്യം ആട്ടിന്റെ പോലെ ആവുമോ? ആട്ടും കാഷ്ടം പോലെ ആവോ? ഇല്ല. ഇല മാത്രം തിന്ന് ജീവിക്കുന്ന നാളുകളിൽ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബിമാരും വിസർജിച്ചത് ആട്ടും കാഷ്ടം പോലെയാണ്. അപ്പോ അടക്കളയിലൊക്കെ ഇന്ന് എത്ര തട്ടുകൾ, നമ്മുടെ അടുക്കള കണ്ട് തുറന്നു നോക്കിക്കഴിഞ്ഞാല് എത്ര തട്ടുകളാ അല്ലെ? എത്ര ഡബ്ബകളാ, എത്ര കുപ്പികളാണ്. ഓരോ കുപ്പികളിലും ഓരോ തട്ടിലൊക്കെ എത്ര അടുക്കുകളാ ഉള്ളത്. ആ അടുക്കുകളൊക്കെ എത്ര കുപ്പികളാ ഉള്ളത് അല്ലെ? വിരുന്നുകാരുണ്ട് വന്നാല് സ്ത്രീകള് എന്ത് ചെയ്യും? ആ ഡബ്ബകളുടെ എണ്ണം കണ്ടിട്ട് തല കറങ്ങണം എന്നാണ് നമ്മളെ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ ചിന്ത.
പുറത്തുള്ളവരൊക്കെ വീട്ടിൽ കൊണ്ട് കയറി വന്നാല് അതില് മഞ്ഞള്, ഇതില് മല്ലി, അപ്പുറത്ത് മുളക്, അതിന്റെ അപ്പുറത്ത് മഞ്ഞപ്പൊടി, അതിന്റെ അപ്പുറത്ത് പിന്നെ ഗരം മസാല, അതിന്റെ അപ്പുറത്ത് അങ്ങനെ പ്രത്യേകം സ്റ്റിക്കർ ഒട്ടിച്ച ഡപ്പകളൊക്കെ കാണുമ്പോ നമ്മളെ വീട്ടിലേക്ക് കയറി വരുന്ന പെണ്ണുങ്ങളൊക്കെ തല ചുറ്റി വീഴണം. എന്നാൽ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടക്കളകളും അവയിലെ വിഭവ വൈവിധ്യവും നമ്മളിപ്പോ മേൽ പറഞ്ഞ ഹദീസുകളൊക്കെ നമ്മൾ വായിച്ചു അല്ലേ? ഇങ്ങനെയായിരുന്നോ? അല്ല. അപ്പൊ പുതിയതും പഴയതുമായ വീടുകളിൽ കിച്ചണൊക്കെ നമ്മൾ സജ്ജീകരിക്കുന്നതിന് മാത്രമായി പ്രത്യേകം ടെൻഡറൊക്കെ കൊടുക്കുന്ന ആ ആളുകളില്ലേ, അവരൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ മേൽ പറഞ്ഞ ഹദീസുകളൊക്കെ ഒന്ന് പഠിക്കണം, അതൊക്കെ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ നമ്മളിതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയാൽ പോരാ. നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കുക. വീട്ടിന്റെ ഉള്ളിലുകള് പിന്നെ വിഭവങ്ങളൊക്കെ നമുക്ക് സജ്ജീകരിക്കാൻ ഫ്രിഡ്ജൊക്കെ ആവശ്യമുണ്ടാവും, സ്റ്റോർ റൂമൊക്കെ ആവശ്യമുണ്ടാവും, സാമഗ്രികളൊക്കെ ആവശ്യമുണ്ടാവും. പക്ഷെ അത് തയ്യാറ് ചെയ്യുമ്പോൾ നമ്മൾ അമിതമായി പോകുന്നുണ്ടോ എന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അല്ലാഹുമ്മ ജഅൽ റിസ്ഖ ആലി മുഹമ്മദിൻ ഖൂത്താ എന്ന് പറഞ്ഞില്ലേ? അതാ മുഹമ്മദിന്റെ വീട്ടുകാരുടെ ഭക്ഷണം ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടത് എത്രയോ അത്രയാക്കണേന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യണേ. എന്താ ദുആ ചെയ്യണത്? അബൂ സാബിത്, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ദുആ ചെയ്യണത്? മുഹമ്മദിന്റെ വീട്ടുകാരുടെ ഭക്ഷണം ജീവൻ പിടിച്ചു നിൽക്കാൻ എത്രയാ വേണ്ടത്? അത്ര ആക്കി തരണേന്ന്. അപ്പൊ ഇവിടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാർക്കും കുട്ടികൾക്കും ദ്രോഹം ചെയ്യുന്ന ഒരു കുടുംബനാഥനായാണോ? ആണോ? അല്ല. എന്താണ്? കൊഷി ജീവിതം മോഹിക്കുന്നവർക്കുള്ള ചിന്തിക്കാനുള്ള ഒരു ചാൻസ് അവിടെ കൊടുക്കുകയാണ്. കൊഷി, വെറും കൊഷി. ഇന്ന് ബിരിയാണി ആണെങ്കിൽ നാളെ എന്ത് നെയ്ച്ചോറ്, ഇന്ന് പൊറാട്ടയാണെങ്കിൽ നാളെ പത്തിരി. ഇതെന്താ? എന്നും പിട്ടാ, എന്നും നീൽപ്പിട്ട, ഇതെനിക്ക് വേണ്ട എന്ന് പറയുന്ന കുട്ടികളില്ലേ? അവരെ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു പോയി അല്ലേ? ഇപ്പൊ പെണ്ണുങ്ങൾക്ക് തന്നെ ഒരു പ്രത്യേക സിസ്റ്റാണ്. വയല് പറയുമ്പോ ഉസ്താദ്മാര് പറയണ ഒരു ടൈം ടേബിളാണ്. ഓരോ ദിവസം ഇന്ന ഭക്ഷണം ഇന്ന രൂപത്തില്. അതില്ലെങ്കിൽ പിന്നെ കുട്ടികൾ തോന്നില്ല. നമുക്കതൊന്നും പറ്റൂല. നെയ്ച്ചോറ്, ബിരിയാണി, തേങ്ങാച്ചോറ്, ഇങ്ങനെ തുടങ്ങി. ഇനിയിപ്പോ ഒന്നുമില്ലെങ്കിലും വെറുതെ ഉലുവ അടുപ്പത്ത് വെച്ചിട്ടെങ്കിലും ആ വാസന പുറത്തറിയിക്കണം. അങ്ങനെ അത്രയും വാശിയോടെയാണ് ആ മൈദപ്പത്തിരി, അത്രയും വാശിയോടെ നമ്മുടെ വീട്ടിലെ അടക്കളയൊക്കെ കഴിയുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എന്റെ കൂട്ടുകാരൊരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ എപ്പോഴും ഓർക്കുന്നത്, നമ്മളൊന്നും ഓർക്കാൻ മാത്രമില്ല, ഓർക്കാനും ഇല്ല. പക്ഷേ നമ്മുടെ മക്കള് നല്ല പാന്റും ഷർട്ടും ഇട്ടിട്ട് നല്ല സൈക്കിളില് ഒരു മൊബൈലും കയ്യിൽ വെച്ചിട്ട് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് റബ്ബേ, എനിക്ക് എന്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഉപ്പ ദുബായിലായിരുന്നുവെങ്കിൽ എനിക്കും അവന്റെ പോലെ പോവാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന മക്കള് നമ്മുടെ അയൽവക്കത്തുണ്ട്, നമ്മള് കൂട്ടുകാരിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ചിന്ത മറന്നു പോവരുത്. നമ്മുടെ വീട്ടില് നെയ്ച്ചോറ് വെക്കുമ്പോഴും ബിരിയാണി വെക്കുമ്പോഴും ഇറച്ചി വെക്കുമ്പോഴും അതിന്റെ മണം പുറത്തേക്ക് തള്ളുന്ന സമയത്ത് ഉമ്മ എവിടുന്നാണ് ആ മണം വരുന്നത്, നമുക്കും ഒന്ന് വെച്ചുകൂടെ എന്ന് ചോദിക്കുന്ന പാവപ്പെട്ട കുടുംബം നമ്മുടെ അയൽവക്കത്തുണ്ട്. നമ്മൾ മറന്നു പോവരുത്. അതാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ദാരിദ്ര്യം പിടിച്ചു വിഷമിച്ച് ജീവിക്കുന്ന എന്റെ കൂട്ടുകാര് വരാനുണ്ട്. അതുകൊണ്ട് എന്റെ കുടുംബത്തില് കൊശി വേണ്ട. എന്റെ കുടുംബത്തില് എന്റെ ഭാര്യമാർക്ക്, എന്റെ മക്കൾക്ക് പട്ടിണിയാവാതെ ജീവിക്കുന്ന ഒരു സാഹചര്യം തന്നാൽ മതി റബ്ബേ എന്ന് അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്യാൻ കാരണം അതാണ്. അപ്പൊ നമ്മളതൊക്കെ ചിന്തിക്കണം. നമ്മളെ മക്കളെ നല്ല അടിപൊളിയായിട്ട് നമ്മള് 50 പവനും 1 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് കല്യാണം കഴിച്ചയക്കുമ്പോ അപ്പുറത്ത് നെടുവീർപ്പിടുന്ന അതിനേക്കാൾ പ്രായമുള്ള പെൺകുട്ടികളുണ്ട്. അപ്പൊ ആ വിഷയം നമ്മൾ ചിന്തിക്കണം. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉസ്താദുമാരെ വായല് കേൾക്കുന്നത്, ക്ലാസ് കേൾക്കുന്നത്. കഴിയുന്നതും നമ്മളെ ചെലവ് കഴിഞ്ഞാൽ നമ്മളെ പാവപ്പെട്ട കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അയൽവക്കത്തൊക്കെ ആഴ്ചയിലെ ഒരു ദിവസം, ആഴ്ചയിലെ 1/2 കിലോ ഇറച്ചിയെങ്കിലും വാങ്ങാനുള്ള പൈസ കൊടുക്കുക. അതുപോലെ പെരുന്നാളൊക്കെ വരുമ്പോ പാവപ്പെട്ട കുട്ടികൾക്ക് ഉടുപ്പൊക്കെ കൊടുക്കാനുള്ള പൈസ കൊടുക്കുക.
അതൊക്കെ നമുക്ക് വലിയ പുണ്യം നൽകും. അങ്ങനെ നമ്മളെ കുട്ടികളും ആ റാഹത്തില് സന്തോഷത്തിൽ കഴിയാൻ അത് ഇടവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെന്ന് എത്തീമക്കളാക്കാതെ അത്രയും ഷെറുകളിലൊന്നും അത്രയും വാശി പിടിക്കുന്ന അങ്ങനെ പറയേണ്ടി വരുന്ന ഒരു മക്കളല്ലാതെ നല്ല റാഹത്തിൽ സന്തോഷത്തിൽ വളരാനുള്ള തൗഫീഖ് നമുക്ക് അല്ലാഹു തആല പ്രദാനം നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോ വയറ് നിറയെ തിന്നാൻ അവസരം കൊടുക്കാതെ പിടിച്ചു നിർത്തി ജീവൻ ബാക്കി നിൽക്കാൻ ആവശ്യമുള്ള അളവിൽ ഒതുക്കുകയാണ് ഇവിടെ എന്ത് ചെയ്തത്, ലോകം പടക്കുവാൻ കാരണഭൂതരായ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. അപ്പോ ഇന്ന് നാം ഇല തിന്നേണ്ട ആവശ്യമില്ല, ഇല തിന്നാനും പറയുന്നില്ല, ആടിനെ പോലെ വിസർജിക്കേണ്ടതും ഇല്ല. കാരണം ഇല തിന്നവരെ ആടിനെ പോലെ വിസർജിക്കുള്ളൂ. അപ്പൊ മത്സരിച്ചിട്ടുള്ള തീറ്റല്ലേ, അത് ഒഴിവാക്കണമെന്നാണ് പറഞ്ഞതിന്റെ ഏറ്റവും ചുരുക്കാർത്ഥം. അപ്പൊ ലളിത ജീവിതം കൊണ്ട് നമ്മൾ മതിയാക്കുക. അപ്പൊ നമ്മളെല്ലാ ഹബീബായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന, നമ്മുടെ മഹാന്മാരെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ നമ്മൾ ഓർക്കുക. അവരൊക്കെ വീടും പുറവും ഒക്കെ നമ്മൾ ചെന്ന് കാണുന്ന സമയത്ത്, നമ്മുടെ വീടുകളിലൊക്കെ ആൾക്കാർ കയറി വരുന്ന സമയത്ത്, നമുക്ക് ബഹുമാനപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ വീട്ടിൽ കയറി വരുന്ന സമയത്ത് സിനിമ നടന്മാരെ, അതുപോലെ കാറൂന്, ഇവരൊക്കെ സർക്കസുകാരെ, സിനിമക്കാരെ, അതുപോലെ വലിയ വലിയ ഭൗതിക ജീവിതത്തിൽ ആഡംബരത്തിൽ കഴിയുന്ന ആളുകളുടെ ജീവിതം കോപ്പി അടിച്ചതാണ് ഇത് എന്ന് തോന്നുന്ന ആ രൂപത്തിൽ നമ്മുടെ വീടുകളാവാൻ പാടില്ല. അതിന് തൊട്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ തീന്മേശയിലെ വർധനവിനനുസരിച്ചിട്ട് നമുക്കിടയില് നമ്മുടെ നിസ്കാരത്തിന്റെ അളവെന്തിയുണ്ട്, താഴ്ന്നു പോകുന്നുണ്ട്. തീന്മേശയുടെ മുകളില് എത്രത്തോളാണോ വിഭവങ്ങൾ ഉണ്ടാക്കുന്നത് അത്രത്തോളം നമ്മളെ നിസ്കാരം എന്ത് ചെയ്യുന്നുണ്ട്, കുറഞ്ഞു പോകുന്നുണ്ട്. അല്ലാ, കയ്യ് പൊക്കിയിട്ട് തന്നെ നിക്കണില്ലേ. അപ്പൊ അങ്ങനെ പൊക്കി നിന്നാലേ മൈക്ക വിടുള്ളൂ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് അത്രയും വിഷയങ്ങൾ വരുന്നതുകൊണ്ടാ നമ്മുടെ ഭക്ഷണത്തിന്റെ ആയിക്കോട്ടെ, ഓക്കെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനും നല്ല റാഹത്തിൽ ജീവിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. ബാക്കി മറക്കണ്ട കേട്ടോ. ഇനി 2 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാവും ചോദിക്കാം. ബാക്കി മറക്കരുത് ഇൻഷാ അല്ലാഹ്. എല്ലാവരും അല്ലാഹു തആല ഖൈറിലാക്കട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.